ഇവിടെ ഒരു രാജകുമാരൻ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കണ്ടെത്തുന്ന പണിയിലാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാജകുമാരന്റെ കയ്യിൽ ഒരു റിംഗ് ഉണ്ട്. അത് ഏത് പെൺകുട്ടിയുടെ പേരിലാണോ കറക്റ്റ് ആവുന്നത് അവരെയാണ് ഈ രാജകുമാരൻ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഒരുപാട് പേരുടെ കയ്യിൽ ഈ ഒരു റിംഗ് ഇട്ട് നോക്കുന്നു. പക്ഷെ അത് അവരുടെ ആരുടെ കയ്യിലും പാകമായിരുന്നില്ല. പിന്നീട് നാട്ടിലെ നിരവധി പെൺകുട്ടികളുടെ കയ്യിൽ ഈ ഒരു റിംഗ് ഇട്ട് നോക്കുന്നു. അവരൊക്കെ ആ റിംഗ് ഇട്ട് നോക്കുന്നതിന് മുന്നേ തന്നെ രാജകുമാരനെ ഒരുപാട് മോഹിച്ചവരായിരുന്നു. പക്ഷെ അവർക്കൊക്കെ നിരാശയായിരുന്നു ഫലം. കാരണം ആ മോതിരം ആരുടെ കയ്യിലും ചേരുന്നുണ്ടായിരുന്നില്ല. എന്തിന് ഈ രാജകുമാരൻ കൊച്ചുകുട്ടി മുതൽ വയസ്സായ മുത്തശ്ശിമാർക്ക് വരെ ഈ ഒരു മോതിരം ഇട്ട് നോക്കുന്നു. പക്ഷെ അവർക്ക് ആർക്കും തന്നെ സെറ്റ് ആയിരുന്നില്ല. അങ്ങനെ രാജകുമാരൻ അവർ അച്ഛനോട് ഈ ഒരു മോതിരം എവിടെ നിന്നാണ് പണിപ്പിച്ചത്, ഇത് ആരുടെ കയ്യിലും ചേരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ രാജാവ് ഒന്നും തന്നെ മറുപടി പറയാതെ പോകുന്നു. അങ്ങനെ ആ കൊട്ടാരത്തിലെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ എല്ലാം വിളിപ്പിക്കുന്നു. അവരുടെ കയ്യിൽ ഈ ഒരു റിംഗ് ഇട്ട് നോക്കുന്നു. പക്ഷെ അതൊന്നും തന്നെ ശരിയായിരുന്നില്ല. അവസാനം ഒരു ഡോങ്കി സ്കിൻ ധരിച്ച ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നു. അവളെ കണ്ടുടങ്ങിയ തന്നെ ചിലർക്ക് മൂക്കുപൊത്താനും ബോധം കിട്ടി വീഴാനും തുടങ്ങുന്നു. പക്ഷെ അവളുടെ മുഖം ആരെയും കാണിക്കുന്നില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി രാജാവും അവളുടെ വിരലിൽ മോതിരം ഇട്ട് നോക്കുന്നു. പക്ഷെ അവളുടെ കയ്യിലാണ് ആ റിംഗ് കറക്റ്റ് ആയിട്ട് സെറ്റ് ആവുന്നത്. അപ്പോഴാണ് അവൾ അവളുടെ ഫേസ് എല്ലാവരെയും കാണിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത അളവിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. അങ്ങനെ അവളെ തന്നെയാണ് ആ ഒരു രാജകുമാരൻ വിവാഹം കഴിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത്.